അത് അവിടെ നിഴലാണ്, അതിൻ്റെ പൂർത്തീകരണമാണ് അവസാന കാലത്ത് സംഭവിക്കാനുള്ളത്. ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അടയാളങ്ങളും പൂർണ്ണമായിക്കൊണ്ടിരിക്കുമ്പോൾ ഉറപ്പാണ് കർത്താവ് മധ്യാകാശത്ത് കാഹള ശബ്ദത്തോടു കൂടി. വീട്ടുകാർ തീർത്ത് പറയുന്നു, ബ്രദറെ ഞങ്ങൾ ആദ്യം അങ്ങനെ സംശയിച്ചത്, പക്ഷെ അതല്ല. ഞങ്ങളുടെ വീട്ടിൽ ആളനക്കമുണ്ട്. ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പുറകിൽ കൂടെ ആരോ നടക്കുന്നുണ്ട്. രാത്രിയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആയതുകൊണ്ട് ബന്ധനമോചനത്തിനായി ബ്രദർ വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ ഭവനത്തിലേക്ക് എന്നത്. കർത്താവിൻ്റെ വരവ് അടുത്തു എന്ന് എപ്പോഴും ദൈവദാസന്മാർ പ്രസംഗിക്കാറുണ്ട്. നിങ്ങൾ പല പ്രസംഗങ്ങൾ അങ്ങനെ കേൾക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ പോകുന്ന കാലത്തിൻ്റെ അടയാളവും ജനങ്ങളുടെ ഭക്തിയും ജനങ്ങളുടെ എല്ലാ സഭകളിലും എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും ആയിരിക്കുന്ന ജനങ്ങളുടെ പോക്കും രീതികളും എല്ലാം കൂടെ വെച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തൻ്റെ വരവിനോട് അടുത്ത് പറഞ്ഞിരിക്കുന്ന ഉപമ ഏകദേശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടുത്തെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളെ മൊത്തം എടുത്ത് നോക്കിയാൽ ഇന്ന് ക്രിസ്തു ഭക്തരായ ആരെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ക്രിസ്തു ഭക്തരായ നേതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? എല്ലാവരും ഒരുപോലെ അധംപതിച്ചു കൊണ്ടിരിക്കുന്നതല്ലേ ഇപ്പൊ കാണുന്നത്. ഇതാണ് യേശു പറഞ്ഞ ആ സമയത്ത് എല്ലാവരുടെ സ്നേഹവും നഷ്ടപ്പെട്ട് ജാതികളോട് അടിയുണ്ടാവുകയും ആർക്കും ആരെയും വിശ്വാസമില്ലാതെ സ്വന്തം മാതാപിതാക്കൾ പോലും മക്കളെ സുവിശേഷം പറഞ്ഞതിൻ്റെ പേരിൽ ഒറ്റിക്കൊടുക്കുകയും സഭകളിൽ പിടിച്ചു നിർത്തുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ആ കാലത്തിൽ ആൾക്കാർ മാറും. അതിൻ്റെ ആദ്യത്തെ തനിയാവർത്തനം 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചു. പക്ഷെ അത് അവിടെ നിഴലാണ്, അതിൻ്റെ പൂർത്തീകരണമാണ് അവസാന കാലത്ത് സംഭവിക്കാനുള്ളത്. ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശത്രുക്കളെ തെറിവിളിച്ചും ആയുധമെടുത്തും അടികൊടുത്തും തോൽപ്പിച്ചുകൊണ്ട് സഭ പണിയാമെന്ന് വ്യാമോഹിച്ച് അണികളെ അതിനുവേണ്ടി തയ്യാറാക്കുന്ന ആത്മാവ് നഷ്ടപ്പെട്ട അപ്പോസ്തലന്മാരെന്ന് വിളിക്കപ്പെടുന്നവർ ആത്മാവ് നഷ്ടപ്പെട്ടവരാണ്, അവർ വചന ശുദ്ധി നഷ്ടപ്പെട്ടവരാണ്. പക്ഷെ അവർ സഭ പണിയാനായിട്ട് ആഗ്രഹിക്കുന്നത് അണികളെ കൊണ്ടും എതിരാളികളെ തെറി വിളിപ്പിച്ച് ഓട്ടിച്ച്, ആശയം കൊണ്ടല്ല, ആശയം പറഞ്ഞാൽ തോറ്റുപോകുന്നത് കാരണം തെറി വിളിച്ച് ഓട്ടിക്കുക, ഈ രീതിയിൽ സഭ പണിയുന്ന തരത്തിലുള്ള ചീഞ്ഞളിഞ്ഞ ക്യാരക്ടറിലേക്ക് ചില നേതാക്കളിൽ മാറിയെങ്കിൽ ഇതൊന്നും അതിശയിക്കാനില്ല. അവിടുത്തെ വരവ് രണ്ടാമത് വന്നുകൊണ്ടിരിക്കും. രണ്ടാമത് വരവിനുള്ള സാധ്യത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടയാളമാണ്. കൂടാതെ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, കൂടാതെ തന്നെ ഈ ദൈവത്തിൻ്റെ വചനം ഒരാൾ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ ദർശിച്ച് ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളെ മറ്റ് ബിരുദ സഭയായി അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റായി ചാപ്പ കുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ മുദ്ര കുത്തുകയാണ്. നീ ഞങ്ങളുടേതല്ല, നീ വചനം പറയുന്നു അതാണ് തെറ്റ്, നീ പ്രാർത്ഥിക്കുന്നു അതാണ് തെറ്റ്, നീ ദൈവത്തിൻ്റെ വചനം പറയാൻ നിനക്ക് എന്താണ് അതിന് യോഗ്യത എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നീ വേറെ ആളാണ്, അങ്ങനെയൊക്കെ ആരോപണം നടത്തി വിജയിക്കുവാനായിട്ടും ചിലവർ ബോധപൂർവം ശ്രമിക്കുമ്പോൾ ഇവിടെയെല്ലാം ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വന്തം വീട്ടുകാർ തന്നെ ഈ ദൈവവചനം പറയുന്നവരെ പീഡിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും എല്ലായിടവും പറഞ്ഞ് അവർ തെറ്റാണെന്നോ അല്ലെങ്കിൽ അവർ മോശക്കാരാണെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്ത് അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നില്ലേ? സ്വന്തം വീട്ടുകാർ തന്നെ ദൈവവചനം പറയുന്നവർക്കെതിരായി മാറുന്ന തരത്തിലേക്ക് നമ്മൾ വന്നില്ലേ? ഇത് തന്നെ നമ്മൾ മനസ്സിലാക്കുക. ആ സമയത്ത് സ്വന്തം സഹോദരങ്ങൾ, സ്വന്തം അമ്മ, സ്വന്തം അപ്പൻ, സ്വന്തം ഭാര്യ, ഭർത്താവ് നിനക്കെതിരായി മാറും, നിന്റെ ശത്രുവായി മാറും. എന്തിനെ പ്രതി? വചനത്തെ പ്രതി. വചനം നീ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ, വചനത്തിലേക്ക് നീ ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ മുദ്ര കുത്തും. നിന്നെ ഏതോ വലിയ ഒരു തിന്മയിലൂടെ നീ യാത്ര ചെയ്യുകയാണെന്നാണ് ഇവർ ധരിപ്പിക്കുന്നത്. ഇവരങ്ങനെ നിന്നെക്കുറിച്ച് ചിന്തിക്കും. ആ തലത്തിലേക്ക് ഇത്രയും നൂറ്റാണ്ടിൽ ഒന്നും ഇല്ലാത്ത കണക്ക് ഇപ്പോൾ എത്തപ്പെട്ടു നിൽക്കുന്നുവെങ്കിൽ നാം മനസ്സിലാക്കിക്കൊള്ളുക,
കൊള്ളുക. യേശു പറഞ്ഞ സകല അടയാളങ്ങളും പൂർണ്ണമായിക്കൊണ്ടിരിക്കുമ്പോൾ ഉറപ്പാണ് കർത്താവ് മധ്യാകാശത്ത് കാഹള ശബ്ദത്തോടു കൂടി വരുവാൻ ഏകദേശം സമയമായി എന്ന് നമുക്ക് ഉറപ്പിക്കാം. ആയതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവിൻ്റെ വിത്ത് വിതയ്ക്കുവാനായിട്ട് ദൈവം നിന്നെ ക്ഷണിക്കുകയാണ്. ഈ പാപ അവസ്ഥയിൽ ദൈവവചനം ഇല്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ ഇടയിൽ സഭ പണിയുവാൻ വേണ്ടി തെറിവിളിച്ചും വാളെടുത്തും അടികൂടിയും സഭ പണിയാൻ ശ്രമിക്കുന്ന അധികാരികളുടെ ഇടയിൽ ശുദ്ധ മനസാക്ഷിയോടുകൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുവാൻ ആത്മാവ് നിന്നെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിനെ ഓർത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ പ്രിയരെ, കർത്താവിൻ്റെ പേടകം, ആ പേടകത്തിൽ കർത്താവുണ്ട്. മോശയുടെ കാലത്ത് കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിന്ന ആ പേടകം ഫിലിസ്ത്യർ എടുത്തുകൊണ്ട് പോകുമ്പോഴും മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ ഇസ്രായേലിൻ്റെ ദൈവം, ഇസ്രായേലിൻ്റെ രാജ്യത്തിന് വിജയം നൽകിയ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ഫിലിസ്ത്യർ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോകുമ്പോഴും നിങ്ങൾ ഓർക്കണമേ, ഇസ്രായേൽ വിചാരിച്ചു ഞങ്ങളുടെ ദൈവത്തിൽ മോശയുടെ കൂടെ നടന്നപ്പോൾ തന്നെ ഭയങ്കര സാന്നിധ്യമുണ്ട്. ജോഷുവയുടെ കൂടെ ആയിരുന്നപ്പോൾ ജോർദാൻ പോലെ രണ്ടാക്കി മാറ്റിയ ആ പേടകത്തിന് വലിയ ശക്തിയുണ്ട്, നോക്കിക്കോ അത് അവന്മാരെയെല്ലാം ഇല്ലാതാക്കി കളയും എന്നെല്ലാം പറഞ്ഞ് അവരിങ്ങനെ ഇരിക്കുമ്പോൾ ആ പേടകം ചെന്നിട്ട് ഫിലിസ്ത്യ ദേശത്തെ അവരുടെ ക്ഷേത്രത്തിൽ ആ ദേവനോടൊപ്പം ഇരിക്കുവാനായിട്ട് പേടകത്തിനിടയായി. ചില ദിവസങ്ങളോളം പേടകം ക്ഷേത്രത്തിൻ്റെ അകത്ത് അവരുടെ ദേവന്മാരുടെയും ദേവിയുടെയും ഇടയിലായി ഈ കർത്താവിൻ്റെ പേടകം ഫിലിസ്ത്യ ദേശത്തിരുന്നു. ആരും ഈ പേടകം നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നിലവിളി ഉണ്ടായി, കരച്ചിലുണ്ടായി. പക്ഷേ ഈ പേടകം തിരിച്ചു പിടിക്കണമെന്നുള്ളൊരു തോന്നൽ അവർക്കാർക്കും തോന്നിയില്ല, പേടിയായിരുന്നു. പേടകം ഫിലിസ്ത്യരെടുത്തുകൊണ്ട് പോയി. എന്നാൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ ആ ബിംബങ്ങൾക്ക് നിൽക്കാൻ സാധിക്കാതെ വിഗ്രഹങ്ങൾ നിലത്ത് വീണ് കടന്നു. അങ്ങനെ ഫിലിസ്ത്യർ ഭയന്നിട്ട് ഫിലിസ്ത്യർ തന്നെ അവരുടെ ജാതീയ രീതി വെച്ച് ജ്യോതിഷന്മാർ പറഞ്ഞ വ്യവസ്ഥ വെച്ചുകൊണ്ട് അവർക്ക് വന്ന കുരുക്കൾ, അവരുടെ ദേഹത്തെല്ലാം കുരുക്കൾ വന്നു. ആ കുരുക്കൾക്ക് പരിഹാരമായിട്ട് സ്വർണത്തിൽ കുരുക്കൾ ഉണ്ടാക്കി അവർക്ക് തിരിച്ച് ഇസ്രായേലിലേക്ക് അയക്കുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. അത് ജ്യോതിഷം പറഞ്ഞു കൊടുത്ത് ജാതികൾ ചെയ്തതാണ്. പക്ഷെ ഈ ബൈബിളിലെ ജാതികൾ ചെയ്തത് കോപ്പി അടിച്ചിട്ട് ചെയ്യുന്ന വ്യക്തികൾ പോലും ഉണ്ട്. കാരണം അവർക്ക് എങ്ങനെങ്കിലൊക്കെ നേർച്ച നടത്തിയാൽ മതി എന്നുള്ളൊരു ധാരണയുള്ളൂ. അത് കാരണം ആരാണ് അത് ചെയ്തത്, ആരാണ് ഉപദേശിച്ചത്, ഇതൊന്നും അവർക്ക് വിഷയമല്ല. വിജാതിയർ അവരുടെ അറിവ് വെച്ച്, അവരുടെ അറിവില്ലായ്മ, അതൊന്നും പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടല്ല, മറിച്ച് അവരുടെ അറിവ് വെച്ച് അവരുടെ ജ്യോതിഷന്മാർ പറഞ്ഞനുസരിച്ച് അവർ ചെയ്ത ഒരു നേർച്ചയാണത്. ആ നേർച്ചയുമായി ഇവിടെ വരുന്നു. പെട്ടകം ദാണ്ടെ തിരിച്ച് ഇസ്രായേലിലേക്ക് തിരിച്ചു വരുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു സത്യമുണ്ട്. ഈ പെട്ടകത്തിന് സോളമൻ രാജാവ് ദേവാലയം പണിയുന്നത് വരെയും ഈ പെട്ടകം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും താമസിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഹല്ലേലൂയ. ഇന്ന് ഇതേ അവസ്ഥ തന്നെ ഇന്ന് നമ്മളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് കൃപാവരദാനത്തോടു കൂടി നിന്റെ ദേഹത്ത് ഇറങ്ങി അവിടുന്ന് നിന്നോടുള്ള സ്നേഹത്തിൽ നിന്നിൽ വ്യാപരിച്ചു നിൽക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ. നീ ഒന്ന് പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കൃപാവരദാനങ്ങൾ നിന്നിൽ കത്തും. നീ ഒന്ന് ധൈര്യത്തോടുകൂടി ഒന്ന് ഇറങ്ങിയാൽ മതി, ഈ കൃപാവരദാനങ്ങളാൽ നീ ജ്വലിക്കും. അത്രയ്ക്ക് പ്രോമിസ് നിന്റെ ദേഹത്ത് വീണ് കിടക്കുകയാണ് പ്രവചനം വഴിയായിട്ട്. അത്രയ്ക്ക് ദൈവം നീയുമായിട്ട് കമ്മിറ്റ്മെന്റ്, ഇത് ഇക്കാര്യത്തിൽ കമ്മിറ്റ്മെന്റ് ആയി കിടക്കുകയാണ്. ദൈവം നിന്നോട് വാഗ്ദത്തം തന്നിരിക്കുക, നിന്നോട് കമ്മിറ്റ്മെന്റ് ചെയ്തിരിക്കുവാണ്. ഉറപ്പായും നീ എനിക്ക് ഇന്നത് ചെയ്തതിനാൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞ് നീയുമായിട്ടൊരു എഗ്രിമെന്റ് ദൈവം ഉറപ്പിച്ചിരിക്കുക. പക്ഷേ നിന്റെ തലയ്ക്ക് മേളിൽ ഈ കൃപാവരം നിൽപ്പുണ്ട്. നീ പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവത്തുള്ളൂ. നീ വിചാരിക്കും പ്രവചനം കിട്ടി, ദൈവദാസന്മാർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ എനിക്ക് വചനം പറയാനായിട്ട് കഴിവുണ്ട്, എനിക്ക് ദൈവത്തിൻ്റെ മെസ്സേജ് എടുക്കാനായിട്ട് കഴിവുണ്ട്, ഇങ്ങനെയൊക്കെ ദൈവദാസന്മാർ എനിക്ക് പ്രവചനം നൽകിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല, എനിക്ക് ഇതുവരെയായിട്ട് പ്രസംഗിക്കുവാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ പ്രസംഗിക്കാൻ കയറുമ്പോൾ തന്നെ എനിക്ക് വിറയിൽ വരുന്നു, എനിക്ക് പ്രസംഗിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, ഞാൻ അറച്ചു പോകുന്നു, ഉദ്ദേശിക്കുന്ന കണക്ക് എല്ലാം എഴുതി വെക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ദർശനം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, കർത്താവിനെ കുറിച്ച് കേൾക്കണം, കർത്താവ് പറയുന്നത് ജനത്തെ അറിയിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ
എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല, പ്രസംഗിക്കാൻ പറ്റുന്നില്ല, ദർശനമെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്ന നീ അത് കാരണം ഒരു തീരുമാനമെടുത്തു. എന്താണ് തീരുമാനം? ഞാൻ ഇനി അധികം ഒന്നും ഇതിൻ്റെ അകത്ത് ഇറങ്ങുന്നില്ല, കാരണം കഷ്ടപ്പെട്ടിട്ട് നടക്കുന്നില്ല. ഞാൻ പലപ്പോഴായിട്ട് പ്രസംഗിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനൊന്ന് പുറകോട്ട് വലിക്കുകയാണ്. അങ്ങനെ കുറച്ചു നാൾ നിന്റെ കൂടെ ഈ കൃപ ഇരുന്നു. അത് കഴിഞ്ഞു നിന്റെ കൂടെയുള്ള മറ്റൊരാളിലേക്ക് ദൈവം പറഞ്ഞു, ഇനി നീ ഇറങ്ങുക, നീ എനിക്ക് വേണ്ടി സംസാരിക്കുക. അയാളും കുറെ നാൾ നോക്കി. കുറെ കഴിയുമ്പോൾ അയാൾ വിചാരിച്ചു അയാൾക്ക് പറയുന്ന കണക്കുള്ള അംഗീകാരങ്ങളോ പ്രോത്സാഹനങ്ങളോ ലീഡർമാര് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അവസരം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ലെന്ന് കണ്ട് അദ്ദേഹവും ഇട്ടിട്ട് പോവുകയാണ്. അങ്ങനെ അന്നത്തെ കാലത്ത് കർത്താവിൻ്റെ സാന്നിധ്യം പേടകത്തിൻ്റെ അകത്ത് നിന്നുവെങ്കിൽ ഇന്നത്തെ കാലത്ത് പേടകം നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളുടെ അടുക്കലേക്ക് ഇങ്ങനെ മാറിയും തിരിഞ്ഞും അവൻ ചെയ്യും, ഇവൻ ചെയ്യും, അവള് ചെയ്യും, ഇവള് ചെയ്യും എന്ന് പറഞ്ഞ് പെട്ടകം ഇങ്ങനെ മാറിയും തിരിഞ്ഞ് നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കൃപ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഈ സമയത്ത് നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഞാൻ തോറ്റാലും ശരി, എത്ര പരാജയപ്പെട്ടാലും, എത്ര പരിഹാസം കേട്ടാലും, എത്ര മാത്രം ആൾക്കാർ എന്നെ ഇനി എന്തൊക്കെ പറഞ്ഞോട്ടെ, കളിയാക്കുമായിരിക്കും, ചിലപ്പോൾ എന്നെ കാണുമ്പോൾ പൊട്ടിച്ചിരിക്കുമായിരിക്കും, അവളന്ന് പറഞ്ഞത് ശരിയായില്ല, അവനെന്ന് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിന്നെ പരിഹസിക്കും. അവൻ്റെ ദർശനം തെറ്റായിപ്പോയി, അവൻ്റെ പ്രവചനം തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നീ പ്രസംഗിച്ചതിൽ വിക്കുവെന്നോ അല്ലെങ്കിൽ കാര്യങ്ങളായിട്ടൊന്നും പറയാനായിട്ട് സാധിച്ചില്ല, ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഒരുപക്ഷെ നിന്നെ പരിഹസിക്കാൻ ഒരു കൂട്ടം കാര്യങ്ങളുണ്ടാവാം. പക്ഷേ ഓർത്തുകൊള്ളുക, നിന്നെ ഏൽപ്പിച്ചത് ആരാണെന്ന് ഈ രാത്രിയിൽ മനസ്സിലാക്കുക. നീ എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, എന്ത് പ്രവർത്തിക്കണമെന്ന് നിന്നെ ഏൽപ്പിച്ചത് ആരാണ്? ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ചത് ആരാണ്? ഇത് നീ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. ഇന്ന് അതൊന്ന് ഏറ്റെടുക്കാൻ നമുക്ക് ഏൽപ്പിച്ച കാര്യം ചെയ്യുന്ന ഒരു വർഷമായി ഇന്ന് മാറട്ടെ. നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബം യേശുക്രിസ്തു കൽപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ യേശുക്രിസ്തു പറഞ്ഞത് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോസ്തലന്മാർ സ്വന്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു അപ്പോസ്തലന്മാർക്ക് നൽകിയ കാര്യങ്ങളാണ് അവർ നമുക്ക് നൽകിയത്. അപ്പോൾ അപ്പോസ്തലന്മാർ നൽകിയതെല്ലാം യേശുക്രിസ്തുവിൻ്റെതാണ്. ചില കാര്യത്തിൽ മാത്രം അവരുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അവരത് എടുത്തെഴുതും, ഇതെൻ്റെ അഭിപ്രായമാണ് എന്നവർ എഴുതാറുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ആ അഭിപ്രായം പോലും പരിശുദ്ധാത്മാവ് തോന്നൽ കൊടുത്തിട്ടാണ്. അതുകൊണ്ടാണ് ബൈബിൾ തിയോളജി പഠിക്കുമ്പോൾ നമ്മൾ ദാവാർ എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ബൈബിളിലുള്ള ഓരോ വാക്കുകളും ദാവാറാണ്. ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ കാരണം നമ്മൾ ശ്രദ്ധിക്കുക. എനിക്കറിയാം, ഞാൻ ട്രിവാൻഡ്രം സൈഡുകളിലെല്ലാം ഞാൻ മിഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എനിക്ക് കാണാൻ സാധിച്ചത് ഓരോ ക്രിസ്തീയ ഭവനത്തിലും ജാതകങ്ങളിരിക്കുന്നതാണ്. ഞാൻ എറണാകുളം സൈഡിൽ സുവിശേഷ വേല ചെയ്യുന്ന സമയത്ത് എറണാകുളം ജില്ലയിലെ മിക്ക പുരാതന സഭകളിൽ അംഗങ്ങളായിരിക്കുന്നവരിൽ പോലും ഞാൻ കണ്ട അത്ഭുതകരമായ ഒരു കാര്യമാണ്, അവരുടെ 3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾക്കും ജാതകം എഴുതി വച്ചിരിക്കുകയാണ്. ഇതെന്നെ വളരെയേറെ അതിശയപ്പെടുത്തി. ജാതകം എഴുതേണ്ട മതങ്ങളുണ്ട്, അവരത് എഴുതിക്കോട്ടെ, നമ്മളതിനെ എതിർക്കാൻ പോകുന്നില്ല, നമ്മളതിൻ്റെ പുറകെ ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ബൈബിളിൻ്റെ വചനത്തിന് കീഴിൽ, പരിശുദ്ധാത്മ അഭിഷേകത്തിന് കീഴിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് അവരുടേതായ ചില നിയമങ്ങളുണ്ട്. ആ നിയമത്തിൽ ജീവിക്കാനായി തയ്യാറാകാത്ത വ്യക്തികളെ സാത്താന് കീഴടക്കാൻ എളുപ്പമാണ്. എക്സാമ്പിൾ, എറണാകുളം ഒരു ജില്ലയിൽ ആ വീട്ടുകാർ എനിക്ക് അനുവാദം തന്നിട്ടുണ്ട് എവിടെ വേണമെങ്കിലും സാക്ഷ്യപ്പെടുത്താനായിട്ട്. ആ അനുവാദത്തിൻ്റെ പുറത്താണ് ഞാനിത് സാക്ഷ്യപ്പെടുത്തുന്നത്, നിങ്ങൾ കേട്ടുകൊള്ളുക. എറണാകുളത്ത് ഞാൻ അങ്കമാലിയിൽ വചനപ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഓർഗൻ വായിക്കുന്ന എൻ്റെ കൂട്ടു സഹോദരൻ ബിബിൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ നമുക്കൊരു വീട് വരെ പോകണം. അവർ നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ കൺവെൻഷനുകൾക്കും നമ്മുടെ ക്യാമ്പുകൾക്കെല്ലാം അവർ വരുന്നതാണ്, ആത്മീയ ക്യാമ്പുകൾക്കെല്ലാം വരുന്നതാണ്. അവർക്കൊരു പ്രശ്നമുണ്ട്. പ്രശ്നം ഇതാണ്, അവൻ വളരെ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. രാത്രിയിൽ അവർ കിടക്കുന്ന സമയത്ത് അവരുടെ വീട്ടിൽ അടുക്കളയിലെ പാത്രങ്ങൾ തറയിൽ വീഴുകയാണ്.
അവർ വിചാരിച്ചു പൂച്ചയായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ചെന്ന് നോക്കി, പൂച്ചയില്ല. പിന്നീട് അവർ പൂച്ച കയറാത്ത രീതിയിലെല്ലാം ഡോർ ക്ലോസ് ചെയ്ത് എല്ലാം ചെയ്തു. പക്ഷെ കറക്റ്റ് മിഡ് നൈറ്റ് എത്തുമ്പോൾ പാത്രം വീഴും. ഇവരുടെ കാലയിൽ വന്ന് ആരോ കടിക്കുക. അതുകൊണ്ട് ബ്രദറെ, ഇത് ബന്ധനമായിട്ട് റിലേറ്റഡ് ആണ്. അവർ പൂർണ്ണമായും വിശ്വസിക്കുന്ന പൂച്ചയോ എലിയോ അല്ല എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ബ്രദർ അവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞു. ഞാൻ ആ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ വീട്ടുകാർ തീർത്ത് പറയുന്നു, ബ്രദറെ, ഞങ്ങൾ ആദ്യം അങ്ങനെ സംശയിച്ചത്, പക്ഷെ അതല്ല. ഞങ്ങളുടെ വീട്ടിൽ ആളനക്കമുണ്ട്. ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പുറകിൽ കൂടെ ആരോ നടക്കുന്നുണ്ട്. രാത്രിയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആയതുകൊണ്ട് ബന്ധനമോചനത്തിനായി ബ്രദർ വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ ഭവനത്തിലേക്ക് ഞാനും ഈ പറയുന്ന ബിബിനുമായിട്ടാണ് ചെല്ലുന്നത്. ഞങ്ങൾ അവരെയെല്ലാം പുറത്തിറക്കി. വീണ്ടും പുറത്തിറക്കിയിട്ട് ഞാനും ബിബിനും മാത്രം. അപ്പോൾ വീട് കണ്ടു കഴിഞ്ഞാൽ ഒരു മേൽഗതിയില്ല. വീട് വളരെ ദയനീയ അവസ്ഥ. കറണ്ട് കിട്ടിയിട്ടില്ല. അത് കേസിലും തർക്കത്തിലും കിടക്കുന്നു. അങ്ങനെ വീടിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു വല്ലാത്ത ദയനീയ അവസ്ഥ. ഒരു ഡ്രാഗുള ഭവനം പോലെ ഇരുന്നു. ഞങ്ങൾ അവരുടെ പറഞ്ഞു, നിങ്ങളെല്ലാം പുറത്ത് നിന്നു, ഞങ്ങൾ അകത്ത് കയറാം, അടുക്കളയിലേക്ക് ഞങ്ങൾ തന്നെ കയറിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു ജലം പ്രാർത്ഥിച്ച്, ആ വെള്ളം ഇങ്ങനെ പ്രാർത്ഥിച്ച് അഭിഷേക വെള്ളമാക്കി, ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ അഭിഷേക ജലമായി എൻ്റെ കയ്യിൽ തന്നു. പ്രാർത്ഥിച്ചപ്പം ഞാൻ ആ വെള്ളവുമായിട്ടാണ് കയറിയത്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിശബ്ദമായിട്ട് വെള്ളം കുടയാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതുപോലെ തന്നെ നിശബ്ദമായിട്ട് ഞാൻ അടുക്കളയിൽ പാത്രങ്ങളുടെ മേൽ വെള്ളം കുടഞ്ഞു. ഇത് കുടഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ വളരെ ശാന്തതയാണ്. നിശബ്ദമായി കുടഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യത്തിപ്പം ഒരലറക്കം ആ അടുക്കളയിൽ ഞാനും കേട്ടു, എൻ്റെ കൂടെ വന്ന ബിബിനും കേട്ടു. അപ്പോൾ തന്നെ ശാസന പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇനിയും പേടിക്കണ്ട, യേശു ക്രിസ്തു നിങ്ങൾക്ക് രക്ഷ നൽകിയിരിക്കുന്നു. ഞാൻ പോയി ഇന്ന് ഈ പ്രസംഗിക്കുന്നത് വരെയും പിന്നെ പാത്രം വീണിട്ടേയില്ല. പാത്രം വീഴുന്ന ശബ്ദം പിന്നെ കേട്ടിട്ടേയില്ല. അത്ഭുത വിടുതൽ അവിടെ നൽകുകയുണ്ടായി. എന്തുകൊണ്ടാണ് ബ്രദറെ ആ വീട്ടിലിങ്ങനെ സംഭവിച്ചത് എന്നൊരു ചോദ്യമായി ബിബിൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കും പിടികിട്ടി. അവർ ഇതിനു മുമ്പ് സേവ, കടമറ്റത്ത് സേവ പോലുള്ള സേവകൾക്കും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കും നിറയെ പോയിട്ടുണ്ട്. ഇത് ഒരുപാടായിക്കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന വീട്ടിൽ ഇതിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടാവും, ഇതിൻ്റെ ആവാസം ഉണ്ടാവും. നിങ്ങൾ വളരെ ചിന്തിച്ചിട്ടില്ലേ? ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം. ആദവും ഹവ്വയും പാപം ചെയ്യുന്നതിന് മുമ്പ് വരെ അവർക്ക് ഭൂമിയാകട്ടെ അവരായിരിക്കുന്ന സ്ഥലമെല്ലാം ശുദ്ധമായിരുന്നു. അവർ സാത്താനെ എപ്പോൾ അനുസരിക്കാൻ തുടങ്ങി, സാത്താനെ അവർ എപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങി, അതാണ് അവർ ചെയ്ത പാപം. ഒരു പഴം തിന്നുന്നതിനേക്കാൾ ഉപരിയായിട്ട് സാത്താനെ വിശ്വസിച്ചു, സാത്താനെ അനുസരിച്ചു. ആ സമയം മുതൽ ഭൂമി അവർക്കെതിരായി. അതായത് അവർക്ക് വസിക്കാൻ കൊടുക്കുന്ന സ്ഥലം തന്നെ അവർക്കെതിരായി മാറി. അവർക്കെതിരെ മുള്ളുകൾ പുറപ്പെടുവിപ്പിക്കാൻ ഭൂമി തയ്യാറായി. നിൻ്റെ വീട്ടിൽ സാത്താനെ നീ അനുസരിക്കുകയും സാത്താൻ്റെ പ്രവചനങ്ങൾ നീ കേൾക്കുകയും ചെയ്യുന്നത് വഴി അതിൻ്റേതായ ഏതെങ്കിലും കാര്യങ്ങൾ നിൻ്റെ വീട്ടിലിരുന്നാൽ ആ നിമിഷം മുതൽ നിൻ്റെ വീട് നിനക്കെതിരാവും. ആ വീടിൻ്റെ അകത്ത് നിനക്ക് ചെന്ന് കഴിഞ്ഞാൽ സ്വസ്ഥത കാണത്തില്ല. സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം അതിൻ്റെ അകത്ത് കാണത്തില്ല. പുറത്ത് നീ നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തും, വീടിൻ്റെ അകത്ത് ചെന്നാൽ സമാധാനം കാണത്തില്ല, സന്തോഷമില്ല. ചിലവരിങ്ങനെ പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിരുന്ന എനിക്ക് നല്ല സ്വസ്ഥതയാണ്, എനിക്ക് നല്ല സമാധാനമാണ്. പക്ഷേ എൻ്റെ വീട്ടിൻ്റെ അകത്ത് ഇരുന്നാലോ എനിക്ക് ഒരു സ്വസ്ഥതയും ഇല്ല, എനിക്കൊരു സമാധാനവും ഇല്ല. ശരി തന്നെയാണ്. വീട് ബന്ധനത്തിലാണ്. ഏത് തരത്തിലാണ് ബന്ധനത്തിലാകുന്നതെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി. ഞാൻ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. ഈ ഫിലിപ്പീൻസിലൂടെ ആ പ്രദേശത്ത് പൗലോസ്ലീഹ സുവിശേഷം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനം 16 അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ
വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞു യജമാന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരി ഞങ്ങളെ എതിരേറ്റു. ഇങ്ങനെയാണ് ലൂക്കോസ് ആ ഭാഗത്തെക്കുറിച്ച് വിവരിച്ച് പറയുന്നത്. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്ന് അവളൊരു പ്രവചനം അങ്ങ് നടത്താൻ തുടങ്ങി. കറക്റ്റ് പ്രവചനമാണ്. ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, ഇവർ വളരെ രക്ഷയുടെ മാർഗമാണ് പ്രഘോഷിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്നതെന്ന് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഓർക്കണമേ, അവൾ വരുന്നത് യേശുവിൽ നിന്നല്ല. അവൾ യേശുവിൽ നിന്നല്ല വരുന്നത്, യേശുവിനെ പ്രൊമോട്ട് ചെയ്യാനല്ല വരുന്നത്. അവൾ ഈ പ്രവചനം പറയുന്നത് അവളുടെ പിന്നിൽ കുറച്ച് യജമാന്മാർ നിൽപ്പുണ്ട്. അവന്മാർ കുലദൈവ വിഗ്രഹങ്ങളുണ്ടാക്കി കച്ചവടം നടത്തുന്ന വിഗ്രഹ ആരാധകരാണ്. അവരുടെ പിന്നിൽ ആ വിഗ്രഹത്തിൻ്റെ ദൈവത്തിൻ്റെ പേരിലാണ് ഇവൾ നിന്ന് പ്രവചനം പറയുന്നത്. പൗലോസിൻ്റെ പേര്, പൗലോസ് വന്നതെന്തിന്, പൗലോസിൻ്റെ ഉദ്ദേശമെന്ത്, ഇതെല്ലാം ആ വിഗ്രഹത്തെ വിൽക്കാനിരിക്കുന്ന വ്യക്തിക്ക് വിൽപ്പന നടക്കാൻ വേണ്ടി കറക്റ്റായിട്ട് പ്രവചനം ബാല്യക്കാരി പറയുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ ഒന്ന് ശ്രദ്ധിക്കുക. ആ വിഗ്രഹത്തിന് ജീവനില്ല. ആ വിഗ്രഹം വെറും കളിമണ്ണ. ആ വിഗ്രഹം നിലത്ത് വീണ പൊട്ടും. കാര്യമൊക്കെ ശരിയാ, പക്ഷേ ആ വിഗ്രഹത്തിൻ്റെ പിന്നിൽ പിശാചുണ്ട്. പിശാചിൻ്റെ ആത്മാവിലാണ് ഇവളിത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ്. അപ്പോൾ ആ വിഗ്രഹത്തിൻ്റെ പിന്നിൽ പിശാചുള്ളപ്പോൾ ഇതുപോലുള്ള വിഗ്രഹങ്ങൾ വീട്ടിലിരുന്നാൽ ആ വീട്ടിൻ്റെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ കേൾക്കുന്നവർ ചിന്തിച്ച് നോക്കുക. ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. പൗലോസ് ഇങ്ങനെ കുറേ 2-3 ദിവസം ഇവളിങ്ങനെ ആവർത്തിക്കാൻ തുടങ്ങിയപ്പം പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി. അവൻ വളരെ മുഷിഞ്ഞു പോയി. അവൻ തിരിഞ്ഞു നോക്കി. അദ്ദേഹം നോക്കിയ പാടെ അവൾ കാണാത്തതൊന്ന് പൗലോസ് അവളെ കണ്ടു. അവൾ ഇതിൻ്റെ അകത്ത് ഒരാളെ കണ്ടില്ല. പൗലോസിൻ്റെ അകത്ത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിരിക്കുന്നത് അവൾ കണ്ടില്ല. പൗലോസ് വന്ന ഉദ്ദേശങ്ങളൊക്കെ അവൾ കറക്റ്റ് പറഞ്ഞു. പക്ഷേ പൗലോസ് തിരിച്ചു നോക്കിയപ്പോൾ പൗലോസിനൊന്ന് കാണാൻ സാധിച്ചു, അവിടെ അകത്തിരിക്കുന്ന ആത്മാവ് ഏതാണെന്നുള്ളത്. അപ്പോഴേ പൗലോസ് അവളെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ആ പിശാച് അവളെ വിട്ടുപോയി. ആ ആത്മാവ് അവളെ വിട്ടുപോയി. യേശുവിൻ്റെ നാമം കേട്ടതും വിഗ്രഹത്തെ വിൽക്കാൻ വേണ്ടി കടന്നു വന്ന പൈശാചിക ശക്തിയുടെ ആത്മാവ് അവളിൽ നിന്ന് വിട്ടുപോയി. തൽക്ഷണം അവൾ കുഴഞ്ഞ് തറയിൽ വീണു. അവിടെ യജമാന്മാർ വിഗ്രഹത്തെ വിൽക്കാനിരിക്കുന്നവരെല്ലാം ഓടി വന്ന് അവളെ എഴുന്നേൽപ്പിച്ചു. ബാക്കി പ്രവചനം പറയാൻ പറഞ്ഞു. അവൾക്ക് പ്രവചനം പറയാൻ പറ്റിയില്ല. ആത്മാവ് അവളിൽ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. യജമാന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും സീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി. എന്തിനാണ് ഇത് ചെയ്തത്? കാരണം ഇവൾ ഈ പ്രവചനം പറയുമ്പോൾ അത് കറക്റ്റ് പ്രവചനമായതുകൊണ്ട് ജനങ്ങൾ എന്തും ചെയ്യും. അവൾ പറയുന്നത് എന്തും ചെയ്യും. നിനക്ക് ഐശ്വര്യം വരാൻ പോകുക, എൻ്റെ പിന്നിലെ എൻ്റെ കുലദൈവനെ അല്ലെങ്കിൽ എൻ്റെ ദൈവങ്ങളെ നീ എടുത്ത് നിൻ്റെ വീട്ടിൽ കൊണ്ടുവെക്ക്, ഇതുവഴി നിനക്ക് കുഞ്ഞുങ്ങൾ ജനിക്കും, ഇന്ന വിഗ്രഹത്തിൻ്റെ കാലയിൽ തൊട്ട് പ്രാർത്ഥിര്, നിനക്ക് കുട്ടികൾ ജനിക്കും. പ്രവചനം പറഞ്ഞതിന് ശേഷം, അത് കറക്റ്റായി പറഞ്ഞതിന് ശേഷം പ്രവചനം പറഞ്ഞാൽ ഈ വിഗ്രഹം മേടിച്ച് വീട്ടിൽ കൊണ്ടുവെക്ക്, നിനക്ക് ഐശ്വര്യമുണ്ടാകുമെന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി മേടിക്കും. വിഗ്രഹ ആരാധകരായിട്ടുള്ള സകലരും മേടിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വിഗ്രഹം മേടിച്ച് വീട്ടിൽ കൊണ്ടുവെക്കുമ്പോൾ വളരെ വ്യക്തമായി ബൈബിൾ വായിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകും, ഈ വിഗ്രഹത്തെ വിൽപ്പിക്കാൻ വേണ്ടി കടന്നു വന്നത് ദുരാത്മാവാണെന്ന് പൗലോസ് ബന്ധനമഴിക്കുന്നത് വഴി നമുക്ക് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ദുരാത്മാവിന് ഈ വിഗ്രഹത്തെ വിൽപ്പിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ആ വിഗ്രഹം സാത്താൻ്റെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഒരു വിഗ്രഹത്തെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് ദൈവം പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ അതുകൊണ്ടാണ്. ജനങ്ങൾ അത് ഉൾക്കൊള്ളുവാനായിട്ട് ജനങ്ങൾക്ക് പാടായിരിക്കാം.
പക്ഷേ ബൈബിൾ പഠിക്കുക, നമുക്ക് മനസ്സിലാകും. ഇങ്ങനെയുള്ള വസ്തുക്കൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ തീയിലിട്ട് കത്തിക്കണം. പൈശാചിക ശക്തി ആവസിച്ചിട്ടുള്ള ഏതൊരു വസ്തുവിനെയും തീയിലിട്ട് കത്തിക്കാതെ നിൻ്റെ വീട് ശുദ്ധി പ്രാപിക്കുകയില്ല. കൾച്ചറിൻ്റെ പേര് പറഞ്ഞോ, കൾച്ചറിൻ്റെ മറവ് പിടിച്ചുകൊണ്ടോ അന്യജാതിയുടെ ഏതെങ്കിലും ഒരു കാര്യം വീട്ടിലിരിപ്പുണ്ടെങ്കിൽ, അന്യജാതി കൾച്ചറിൻ്റെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിൻ്റെ ഭവനത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അത് നിനക്ക് നാശം ഭവിക്കത്തേയുള്ളൂ. നീ പരിശുദ്ധാത്മാവിൽ ജീവിക്കേണ്ട വ്യക്തിയാണ്. നീ കൾച്ചറിൻ്റെ പുറവിൽ എങ്ങനെ അതും വെച്ചുകൊണ്ടിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സമ്മാനം കിട്ടിയതാ, പക്ഷെ സമ്മാനം കിട്ടിയത് നമ്മുടെ ദൈവത്തിൻ്റെതായ യാതൊരു ബൈബിളോ മറ്റൊന്നുമല്ല. സമ്മാനം കിട്ടിയത് മറ്റ് ദൈവങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണെങ്കിൽ പോലും അത് കത്തിച്ചിരിക്കണം. കൾച്ചറിൻ്റെ പുറവിലോ സ്നേഹത്തിൻ്റെ ഇത് വെച്ചുകൊണ്ടോ നിങ്ങളത് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതിൻ്റെ പിന്നിൽ സാത്താനുണ്ട്. ഈ പിക്ചർ അല്ലെങ്കിൽ ഈ വിഗ്രഹം നിൻ്റെ വീട്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ കൂട്ടുകാരനെ ഉപയോഗിച്ചിരിക്കുന്നത് അന്ധകാര ശക്തി. ഈ വിഗ്രഹം നിനക്ക് തന്നത് ആത്മാവുള്ളൊരു വ്യക്തിയല്ല, അന്ധകാരമായ ഒരു ശക്തിയാണ് നിനക്ക് തന്നത്. അത് നിൻ്റെ വീട്ടിൽ എത്തിക്കാൻ വേണ്ടി, അത് നിൻ്റെ വീട്ടിൽ ഏത് തരത്തിൽ എത്തിക്കണമെന്ന് പിശാചിനറിയാം. അവൻ അതിനുള്ള ആളെ കണ്ടെത്തിയാണ് നിൻ്റെ മുമ്പിൽ കൊണ്ടു തന്നിരിക്കുന്നത്. ആയതുകൊണ്ട് അത് അഴിക്കണം, അത് മാറ്റണം. ഒരിക്കൽ ഒരു ധ്യാനത്തിലൊരു ബന്ധനം ഒരു സ്ത്രീക്ക് ഇളകി, അവൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സ്റ്റേജിൽ നിൽക്കുകയാണ്. എൻ്റെ ശുശ്രൂഷകരായിട്ടുള്ളവർ ചെന്ന് അതിനെ ശാസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു, പക്ഷെ അത് അഴിയുന്നില്ല. 10 മിനിറ്റായി. സാധാരണ ഒരു 10 മിനിറ്റിനകത്ത് വെച്ച് അഴിയുന്നതാണ്. ഇതൊരു 10-15 മിനിറ്റായിട്ടും അഴിയുന്നില്ല. അപ്പോൾ അവർ വന്നിട്ട് എന്നെ വിളിച്ചു. ഞാൻ അടുത്ത് നിന്ന് ഞാനും പ്രാർത്ഥിച്ചു, പക്ഷെ അഴിയുന്നില്ല. അന്ധകാര ശക്തി അവരെ വിട്ട് പോകുന്നില്ല. അവസാനം ഞങ്ങളെല്ലാം അങ്ങ് വിയർത്തു. എത്ര ജീസസിൻ്റെ നെയിം, യേശുവിൻ്റെ നാമം എത്ര ഉപയോഗിച്ചിട്ടും അത് പുറത്തു പോകുന്നില്ല. അവസാനം ക്യാമ്പിൽ വന്ന ഒരാൾ എന്നെ രഹസ്യത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ കഴുത്തി കിടക്കുന്ന മാല നോക്കാൻ പറഞ്ഞു. ഞാൻ ഓടിച്ചെന്നിട്ട് അവിടെ കഴുത്തി കിടക്കുന്ന മാല തൊട്ടു. മാലയുടെ താലിമാലയാണ്. താലിമാലയുടെ ലോക്കറ്റ് പരിശോധിച്ചപ്പോൾ വിചിത്രമായ കാര്യമാണ് കണ്ടത്. ഒരു അന്യജാതിയുടെ എംബ്ലമാണ് ആ ലോക്കറ്റ്. ഫ്രണ്ടിൽ ഒരു കുരിശും ബാക്കിൽ അന്യജാതിയുടെ എംബ്ലവും. ഞാൻ ആ മാല കഴുത്തിൽ നിന്ന് ഊരിയിട്ട് അവളെ നോക്കിയിട്ട് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകാൻ സാത്താനോട് കൽപ്പിച്ചതും അപ്പോഴേ പുറത്തുപോയി. ഈ അരമണിക്കൂർ സാത്താൻ പുറത്തു പോകാതിരുന്നത് എൻ്റെ കയ്യിലിരുന്ന അന്യജാതിയുടെ ഒരു മുദ്ര അതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണെന്ന് അന്ന് ഞാൻ വിശ്വസിച്ചു. അത് കഴിഞ്ഞതും അന്ധകാര ശക്തി പുറത്തുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കാര്യമുണ്ട്. ദൈവം ശക്തനല്ലേ എന്നൊക്കെ വേണമെങ്കിൽ ഒരു പക്ഷേ വചന വിരോധികൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക, വചനത്തോട് ചേർന്ന് നിൽക്കുന്നവർ ഇതൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാൻ അപ്പോസ്തല പ്രവർത്തനത്തിൽ 19:17 മുതലുള്ള തിരുവചനം നമുക്കൊന്ന് നോക്കാം. ഇത് എഫേസോസിൽ പാർക്കുന്ന സകലരും യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി. കർത്താവായ യേശുവിൻ്റെ നാമം മഹിമപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്നു തങ്ങളുടെ പ്രവർത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയപ്പോൾ 50,000 വെള്ളിയേക്കാൾ എന്ന് കണ്ടു. അവർക്ക് വേണമെങ്കിൽ എന്തിനാണിത് ചുട്ടുകളയാൻ തയ്യാറായത്? ഏതെങ്കിലും ഒരു കൾച്ചറിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവർക്കത് അവിടെ സൂക്ഷിച്ചുകൂടെ? അവർക്ക് മനസ്സിലായി, ദൈവം ഞങ്ങളുടെ കൂടെ നടക്കണമെങ്കിൽ, ദൈവം ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണമെങ്കിൽ അന്യമായ എന്തും ചുട്ടുകത്തിച്ച് കളഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ മക്കളുടെ മേൽ വ്യാപരിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ
കുടുംബത്തിൽ വ്യാപരിച്ച് അത് അനുഗ്രഹമായി ഞങ്ങളെ ഉയർത്തണമെങ്കിൽ ഇതാ ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും ഞങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ അത് കത്തിച്ചു കളഞ്ഞാലേ നടക്കത്തുള്ളെന്ന് അവർക്ക് മനസ്സിലായി. അവർ അപ്പോസ്തലന്മാരുടെ കാൽ കീഴിലിട്ട് കത്തിച്ച് തങ്ങളുടെ വിശ്വാസം കാണിച്ചു. അത് കത്തിക്കാൻ കാരണവും എഴുതിയിട്ടുണ്ട്, ഭയം. എന്ത് ഭയം? ദൈവം ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾ നശിക്കുമെന്ന ഭയം അവരെ അലട്ടി. അവർ നശിക്കാതിരിക്കേണ്ടതിന്, അവരുടെ മക്കൾ നശിക്കാതിരിക്കേണ്ടതിന് അന്യമായ സകലതും അവർ കത്തിച്ചു കളഞ്ഞു. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണമെങ്കിൽ, നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ദൈവത്തിൻ്റെതാണെന്ന് ദൈവം വിശ്വസിക്കണമെങ്കിൽ പ്രവൃത്തി കൊണ്ട് തെളിയിക്ക്. എന്താണ് പ്രവൃത്തി? നിൻ്റെ കണ്ണിന് ഇഷ്ടപ്പെട്ടത്, നിൻ്റെ കാതുകൾക്ക് ഇമ്പമായ, അന്യമായ, ദൈവഹിതമല്ലാത്തതായ എന്തും നിൻ്റെ വീട്ടിലിരിക്കാൻ പാടില്ല, കത്തിക്കണം. പ്രൈസ് ദ ലോർഡ്. അന്യജാതി സംസ്കാരങ്ങൾ നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു സംസ്കാരമേ ഉള്ളൂ, സ്വർഗത്തിൻ്റെ സംസ്കാരം. സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന യേശുക്രിസ്തു വഴി ലഭിച്ച ആ വലിയ സ്നേഹം, ആ സംസ്കാരം ലോകത്തെ കീഴടക്കി. എങ്ങനെയാണ് കീഴടക്കിയത്? നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അവൻ്റെ ആവശ്യങ്ങളിൽ സഹായിക്കുക. അവൻ്റെ ദൈവത്തെ ആരാധിക്കാനല്ല പറഞ്ഞത്, അവന് കഷ്ടത വരുമ്പോൾ അവനെ സ്നേഹിക്കാനാണ് പറഞ്ഞത്. ആ ഒരു സംസ്കാരം നമ്മുടെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറഞ്ഞു, ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇതെല്ലാം സ്വർഗത്തിൻ്റെ സംസ്കാരമാണ്. ആരോടും പ്രതികാരം ചെയ്യാതിരിക്കുക, ഇതും സ്വർഗത്തിൻ്റെ സംസ്കാരമാണ്. നമുക്ക് പാലിക്കാൻ ശ്രമിക്കാം. ഒരുപക്ഷെ നമുക്ക് പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഒരുപക്ഷെ നമ്മൾ പ്രതികാരം ചെയ്തു പോയേക്കാം. അനുദപിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗത്തിൽ നിന്ന് വന്ന ഈ സംസ്കാരം സ്പ്രെഡ് ചെയ്യാം, എല്ലാവരിലും സ്നേഹം സ്പ്രെഡ് ചെയ്യാം. മറിച്ച് നമ്മൾ ജാതിയുടെ പേരിലും കൾച്ചറിൻ്റെ പേരിലും വിഗ്രഹാരാധനയും അന്യാരാധനയുടെയും പുറകെ പോകാതിരിക്കാൻ ശ്രമിക്കാം. നമുക്ക് അങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം ഇറങ്ങി വരട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങി